ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹീതരുമായ ദൈവത്തിൻ്റെ മക്കളെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കയാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവവചന കേൾവിക്ക് വേണ്ടി താല്പര്യത്തോടെ കാത്തിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന് വചനം നൽകി ആശ്വാസം പകർന്ന് വചന വ്യാഖ്യാനങ്ങൾ തന്ന് നമ്മെ ധൈര്യപ്പെടുത്തുന്ന കൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും എല്ലാ സ്തുതിസ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്ന് ലളിതമായ ഒരാത്മീക ചിന്ത നാം ഒരുമിച്ച് ചിന്തിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. കൊലോസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ നാം ഒരുമിച്ച് പങ്കുവയ്ക്കാം. കൊലോസ് ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. കൊലോസ് ലേഖനം നമ്മുടെ കർത്താവിൻ്റെ ധന്യതയെ ഏറ്റവും ശക്തമായിട്ട് ഉയർത്തി പ്രതിപാദിക്കുന്ന ഒരു ലേഖനമാണ്. അതുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾ അതിനകത്തില്ല എന്നില്ല. വിശ്വാസിയെ സംബന്ധിക്കുന്ന, നിത്യതയെ സംബന്ധിക്കുന്ന, കർത്താവ് നമുക്ക് വേണ്ടി നേടിത്തന്ന മഹാത്മ്യത്തെ വർണ്ണിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഈ ലേഖനങ്ങൾക്കകത്തുണ്ട്. പ്രത്യേകിച്ച് പൗലോസിൻ്റെ മാസ്റ്റർ പീസ് ലേഖനങ്ങൾ എന്ന് പറയാം ഈ എഫേസ്യർ കൊലോസ് ലേഖനത്തിനകത്തല്ല. ഈ ലേഖനത്തിനകത്ത് വിശ്വാസ സമൂഹം അറിയണം എന്ന് പൗലോസ് ഇച്ഛിക്കുന്ന ഒരു വസ്തുതയാണ് എഴുതിയിരിക്കുന്നതിൽ പ്രധാനമായ ഭാഗം മറ്റൊന്നുമല്ല. ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് പൗലോസ് ഭയങ്കര പോരാട്ടം കഴിക്കുന്നു എന്ന്. ആരുടെ ഹൃദയത്തിന്? പൗലോസിൻ്റെ ഹൃദയത്തിന് ആശ്വാസം കിട്ടാൻ വേണ്ടി പൗലോസ് തന്നെ പോരാടുക എന്നല്ല എഴുതിയിരിക്കുന്നത്. ദൈവമക്കളായിരിക്കുന്ന, രക്ഷിക്കപ്പെട്ട സഭയ്ക്കകത്ത് വന്നിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന ആളുകളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. അതിനുവേണ്ടി പൗലോസ് ഭയങ്കരമായിട്ട് പോരാടുന്നു. ഒന്ന് ഈ വാക്യത്തെ പിരിച്ച് നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറാകണം. അപ്പോൾ സഭാവിശ്വാസികളായിരിക്കുന്ന ദൈവമക്കൾ അവരുടെ ഹൃദയം ആശ്വസിക്കണം എന്നത് ഒരാവശ്യമാണ്. പൗലോസിൻ്റെ ശുശ്രൂഷയുടെ ഒരു അജണ്ടയാണ്, ടാർഗറ്റാണ്. അതിനുവേണ്ടി പൗലോസ് പോരാടുകയാണ്. കൊലോസ് ലേഖനത്തിനകത്ത് 3 കാര്യങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തത് 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ, 28-29 വാക്യത്തിൽ സുവിശേഷം അറിയിക്കുന്നത് ഏത് മനുഷ്യനെയും തികഞ്ഞവനാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പൗലോസ് പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി അജണ്ട. താൻ എന്തിനാണ് സുവിശേഷം അറിയിക്കുന്നത്? യഹൂദ മതത്തിൻ്റെ വലിയൊരു റബിയായി ആ വിധത്തിൽ നല്ല പ്രായത്തിൽ കയറി വന്ന മനുഷ്യൻ യേശുക്രിസ്തു സന്ദർശിച്ച് രക്ഷിക്കപ്പെട്ടു എന്നത് സത്യമാണ്. സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു എന്നത് സത്യമാണ്. താൻ എന്തിനാണ് ഈ ത്യാഗം, ഉപദ്രവം ഒക്കെ സഹിക്കുന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിരിക്കുന്ന ഒരു വലിയ ടാർഗറ്റാണ്. അതിലൊന്നാമത്തെ കാര്യം ഏത് മനുഷ്യനെയും തികഞ്ഞവനാക്കാൻ അതിനുവേണ്ടി താൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്നാണ് 1-28-29 വാക്യങ്ങളിൽ പറയുന്നത്. അപ്പം അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം. ഒരു മനുഷ്യനെ തികഞ്ഞവനാക്കാൻ ഒരു ദൈവദാസൻ പോരാടി അധ്വാനിച്ചാൽ നടക്കും എന്നത് അദ്ദേഹത്തിലൂടെ തെളിയിച്ചതാണ്. രണ്ടാമത്തത്, ഈ സുവിശേഷ നിമിത്തം ദൈവകൃപയിലേക്ക് വന്ന ഒരാളുടെ ഹൃദയത്തിന് ആശ്വാസം ലഭിക്കണം. അതും ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഹൃദയത്തിന് ആശ്വാസം ലഭിക്കണമെങ്കിൽ അതിനും പോരാടണം. മൂന്നാമത്തത് 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലാണ്.
അത് എപ്പഫ്രാസിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു വാക്യമാണ്. അത് തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരാകാൻ വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുകയാണ്. അപ്പം മനുഷ്യൻ തികഞ്ഞവനും ഹൃദയത്തിന് ആശ്വാസമുള്ളവനും പൂർണ്ണതയുള്ളവനൊക്കെ ആകാൻ ദൈവം വിളിച്ച കർത്തൃദാസന്മാരോ ദൈവമക്കളോ പോരാട്ടം എന്ന് വെച്ചാൽ ഒരു ആത്മീക യുദ്ധത്തെ കുറിക്കുന്നതാണ്. ഒരു ചെറിയ കാര്യമല്ല അത്. വഴക്കുണ്ടാക്കുക എന്നതല്ല അതിനർത്ഥം. അതൊരു ആത്മീക യുദ്ധമാണ്. ബൈബിളിൽ അങ്ങനൊരു പ്രമേയമുണ്ട്. അത് വാക്കുതർക്കം അല്ലെങ്കിൽ ഒരാശയത്തെക്കുറിച്ച് തർക്കിച്ചോ അല്ലെ ആ രീതിയിൽ ഉള്ളൊരു പരാമർശമല്ല. ആത്മീക പോരാട്ടമാണ്. മനുഷ്യനെ ധന്യനാക്കാതിരിപ്പാൻ, ഹൃദയത്തിന് ആശ്വാസം ലഭിക്കാതിരിപ്പാൻ, ഒരിക്കലും ഗുണം വരാതിരിക്കാൻ, മനുഷ്യനെ അലക്ഷ്യമാക്കി കളയുന്ന ഈ ലോകത്തിലെ ശക്തികൾക്കെതിരെ അവരെ പൂർണ്ണതയുള്ളവരും സമാധാനമുള്ളവരും ദൈവത്തിന് കൊള്ളാവുന്നവരും കുടുംബത്തിന് കൊള്ളാവുന്നവരുമാക്കി തീർക്കാൻ ഇവിടെ മോട്ടിവേഷൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാർ കണ്ടാക്കാം. പക്ഷേ മനുഷ്യനെ നശിപ്പിക്കുന്ന പിശാചിൻ്റെ ലോകത്തിനെതിരെ പോരാടുന്നൊരു കൂട്ടരുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിൻ്റെ ആളുകളാണ്, ദൈവമക്കളാണ്. അല്ലാതെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉപദേശിക്കുന്നവർ, ക്ലാസ് എടുക്കുന്നവർ, മോട്ടിവേഷൻ കൊടുക്കുന്നവർ ഒക്കെ കണ്ടേക്കാം. പക്ഷെ ആത്മീകമായിട്ട് ഇതുപോലെ പോരാടുന്നവർ വേറെ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ഐഡിയ എങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചേക്കണം. നമുക്കവരെക്കുറിച്ചും കൂടി പഠിക്കാമല്ലോ. പക്ഷേ എൻ്റെ അന്വേഷണത്തിൽ, എൻ്റെ എളിയ പഠനത്തിൽ മനുഷ്യനെ പൂർണ്ണതയുള്ളവരാക്കാൻ, തികഞ്ഞവരാക്കാൻ, അതിനുവേണ്ടി മുഴങ്കാലും മേൽ പോരാടുന്ന, ആത്മാവിൽ പോരാടുന്ന, പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ ക്രിസ്തുവേശുവിൻ്റെ ആളുകൾ, കർത്താവ് വിളിച്ച ആളുകൾ, അഭിഷേകത്തോടെ ആത്മീക ശുശ്രൂഷ ചെയ്യുന്നവർ അവരാണ്. പോരാട്ടമല്ല ഇന്ന് ഇവിടെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ പറയുന്നു, കർത്താവിനെ അറിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങിയിട്ട്, വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയിട്ട്, കൽപ്പനകൾ അനുസരിച്ചിട്ടും ഹൃദയത്തിന് ആശ്വാസം ലഭിച്ചില്ല എന്നത് ഒരു കുറ്റമായി കണക്കാക്കരുത്. ഇവിടെ വിശ്വാസത്തിൽ വന്ന ആളുകൾ, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ആളുകൾ, അവർക്കാണല്ലോ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അവർക്ക് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. അവർ കർത്താവിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ട് നടന്നെന്ന് വിചാരിക്കരുത്. ഒരു വഴിയിലേക്ക് നമ്മൾ കയറി, ഒരു മാർഗത്തിലേക്ക് നമ്മളെത്തി. ഇനി ആശ്വാസം ലഭിക്കണം. അതിനെന്ത് ചെയ്യണം? അതിനും പൗലോസിനെ പോലത്തെ ആരെങ്കിലും ഒരാൾ പോരാടണം. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ പോരാടണം. അപ്പോൾ കൃപയിൽ വന്നവൻ്റെ ഹൃദയം ആശ്വസിക്കാതിരിക്കാനുള്ള ഒരുപാട് ടെൻഷനും പ്രയാസവും ഉണ്ടാക്കാനുള്ള നടപടികളൊക്കെ കണ്ടേക്കാം. പക്ഷെ അതിനും ആത്മാർത്ഥമായി പോരാടിയാൽ ചിലരും കൂടി ഹൃദയത്തിന് ആശ്വാസമുള്ളവരായി മാറും. ഞാൻ ദീർഘിപ്പിക്കാതെ ചുരുക്കിക്കൊണ്ട് കാര്യം പറയട്ടെ. 2 വശങ്ങൾ പറയാം. ഒന്ന്, മറ്റൊരുത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആശ്വാസം കളയാൻ, ദുഃഖിതനാകാൻ, നാണം കെട്ടു പോകാൻ, ടെൻഷനിലാകാൻ, അതിനും ഈ ലോകത്ത് നമ്മൾ ചിലർ പണിയെടുത്താൽ മതി, ചിലരങ്ങ് തീർന്നോളും. എന്നാൽ മറുഭാഗത്ത് ചിലരും കൂടി കർത്താവിൽ ആശ്വസിക്കട്ടെ, അവരും കൂടി സ്വസ്ഥതയുള്ളവരാകട്ടെ. അതിനവരെ ചേർത്ത് പിടിക്കാൻ, അവരെ സ്വസ്ഥത കെടുത്തുന്ന വിഷയങ്ങൾക്കെതിരെ പോരാടാൻ, ഹൃദയങ്ങൾ ആശ്വസിക്കാൻ, ആത്മാവിൽ ആത്മീക യുദ്ധത്തിന് തയ്യാറായാൽ ദൈവം അത് നിർവഹിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത് നിറവേറുവാൻ, ഹൃദയങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകുവാൻ, അതിന് ഗുളിക കഴിച്ചും മരുന്ന് കഴിച്ചും മനോരോഗിയായി മാറുന്നതിനേക്കാൾ ആത്മീകമായി നിങ്ങളെ ചേർത്ത് പിടിച്ച് ആത്മാവിൽ പോരാടുന്ന ആത്മീക കൂട്ടായ്മകൾക്കകത്ത് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം തരത്തക്ക രീതിയിലുള്ള ദൈവിക പദ്ധതികളുണ്ട്. ആരാഞ്ഞന്വേഷിക്കണം, അത് നിറവേറണം. ദൈവത്തിനത് ചെയ്യാൻ കഴിയും. ഈ വക കാര്യങ്ങൾ തിരുവെഴുത്തിലൂടെ, വിശിഷ്യ ലേഖനങ്ങളിലൂടെ ഗ്രഹിച്ച് മനസ്സിലാക്കി ധന്യമുള്ള ജീവിതം നയിക്കാൻ
ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കാം. താൽക്കാലികമായി 2 മണിക്കൂർ നേരത്തേക്ക് സ്വസ്ഥത കിട്ടാൻ ലോകത്തിലെ ഏതെങ്കിലും മാർഗങ്ങൾ മതി. എന്നാൽ ഹൃദയങ്ങൾക്ക് ആശ്വാസം കിട്ടാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് ചിലത് വേണം. അതിന് ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഹൃദയങ്ങൾ ആശ്വസിക്കണം ഓരോ ദൈവ പൈതലിൻ്റെയും. അതിനുവേണ്ടി പൗലോസ് ആത്മലോകത്തിൽ പോരാട്ടം കഴിക്കുന്നു. ഈ വാക്കുകൾ ചിന്തനീയമാണ്. ഇത് ഗ്രഹിപ്പാൻ ദൈവമക്കൾക്കും കർത്തൃദാസന്മാർക്കും കഴിയട്ടെ. സ്വർഗം അതിൻ്റെ അനുഗ്രഹം ആശംസകൾ നൽകി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.